ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇറ്റ്സ് മീ വൈഷു സ്കൂൾ. നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ എവിടേക്കാണ് പോകണമെന്ന് വെച്ചാൽ നമ്മൾ കല്യാണിയിൽ നിന്ന് കണ്ടിട്ട് വന്നാലോ. പോണത് ആരൊക്കെയെന്ന് പിന്നെ ഞാൻ എടുത്ത് പറയേണ്ട ആവശ്യമില്ല. എന്നാലും ഞാൻ പറയാം, അച്ഛനും അമ്മയും മക്കളും ഞാനും അശ്വിനിയും ഉണ്ട്. പിന്നെ ലൈസൻസ് എൻ്റെ കയ്യിലുണ്ടെങ്കിലും വണ്ടി ഓടിക്കാൻ എനിക്ക് പേടിയാണെന്ന് നിങ്ങൾക്ക് അറിയാമല്ലോ അല്ലേ. അതുകൊണ്ട് വണ്ടി ഓടിക്കാൻ ആരെങ്കിലും വേണ്ട, അല്ലാതെ ഉന്തിക്കൊണ്ട് പോകാൻ പറ്റില്ലല്ലോ. അതുകൊണ്ട് വൈശാട്ടിനെയും കട്ടേൻ്റെയും ഒക്കെ ആത്മസുഹൃത്തുക്കൾ നമ്മുടെ ഭക്തേട്ടനും കൂടെ ഉണ്ട് ഗൈസ്. വീട്ടിൽ നിന്ന് ഏറെക്കുറെ ഒരു 1.5 മണിക്കൂറുണ്ട് കേട്ടോ അവിടേക്ക് യാത്ര. പക്ഷേ ആ യാത്രയിൽ ഞങ്ങൾക്ക് ഏറെക്കുറെ ബോധേണ്ട ഒരു 10-20 മിനിറ്റ് ആയിരിക്കും. അതിൻ്റെ അപ്പുറത്തേക്ക് ഞാനും അശ്വിനിയും അമ്മയൊന്നും നീങ്ങാറില്ല കേട്ടോ. പിന്നെ ഇടയ്ക്കിടയ്ക്ക് എനിക്ക് ഓർമ്മ വരും, അയ്യോ വീഡിയോ എടുക്കണമല്ലോ എന്ന്. അപ്പം ഞാൻ കണ്ണുറന്ന് നോക്കും, കുറച്ച് വീഡിയോ എടുക്കും, പിന്നെയും ഞാൻ ഉറങ്ങും. ഇങ്ങനെയായിരുന്നു ഞങ്ങളുടെ യാത്ര ഉണ്ടായിരുന്നത്. അല്ലൂട്ടനും തുമ്പമ്മയും പിന്നെ സ്റ്റാർട്ടിങ് തൊട്ടിട്ട് ഉറങ്ങാൻ തുടങ്ങിയിട്ടുണ്ട്. കാരണം അവർ ഉച്ചയ്ക്ക് ഉറങ്ങിയിട്ടില്ലല്ലോ ഗൈസ്. അതിനിടയിൽ ബേക്കറി വാങ്ങിക്കാൻ വേണ്ടിയിട്ട് അച്ഛനമ്മയും പോയപ്പോൾ ഞങ്ങൾ ഇവിടുന്ന് കുറച്ച് വീഡിയോസ് എടുത്താണ് നിങ്ങൾ കാണുന്നത്. തുമ്പമ്മ ഇട്ടിരിക്കുന്ന ഡ്രസ്സില്ലേ, അത് തുമ്പിയുടേതല്ല ഗൈസ്, അല്ലൂട്ടൻ്റെയാണ്. അല്ലൂട്ടൻ 2-2.5 വയസ്സുള്ള സമയത്ത് അച്ഛൻ വാങ്ങിക്കൊടുത്ത ഡ്രസ്സാണ് കേട്ടോ. അപ്പോൾ തുമ്പിക്ക് എന്തായാലും എൻ്റെ അച്ഛൻ വാങ്ങിക്കൊടുത്ത ഡ്രസ്സോ ഒന്നും ഇടാനുള്ളൊരു യോഗം ഉണ്ടായില്ല. അപ്പോൾ അത് ഇങ്ങനെയാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അന്ന് ഞാൻ എടുത്തു വെച്ചായിരുന്നു. അപ്പോൾ ഇന്നത് കണ്ടപ്പോൾ എനിക്ക് ഇട്ട് കൊടുക്കാൻ തോന്നി. അങ്ങനെ ടീഷർട്ട് മാത്രമേ വ്യത്യാസമുള്ളൂ. ആ ഡ്രസ്സാണ് ഇത് കേട്ടോ. ഞാൻ അല്ലൂട്ടൻ അന്ന് എടുത്ത ഫോട്ടോ ഇതിൽ കൊടുത്തേക്കാമേ. അങ്ങനെ ഞങ്ങൾ ഇതാ ബേക്കറി ഒക്കെ വാങ്ങിച്ചിട്ട് യാത്ര തുടരാണ് കേട്ടോ. അത്യാവശ്യം കുറച്ച് ദൂരം ഉണ്ടല്ലോ. അപ്പോൾ അതാ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് അല്ലൂട്ടൻ ഉറങ്ങിയിട്ടോ, അച്ഛൻ്റെ മടിയിൽ കിടന്ന് ഉറങ്ങുന്നുണ്ട്. പിന്നെ ഇതാ തുമ്പമ്മയും സൈഡായി. അങ്ങനെ ഞാൻ ഈ വീഡിയോ എടുക്കേണ്ടത് കൊണ്ടാണെന്ന് തോന്നുന്നു ഉറങ്ങാണ്ട് ഇങ്ങനെ ഇരിക്കണേ കേട്ടോ. തുമ്പമ്മ ഒച്ച ഉണ്ടാക്കരുത് കേട്ടോ. ഞാൻ അവിടെ വീഡിയോ എടുക്കുമ്പോൾ തുമ്പമ്മ ഉണ്ട് ഗൈസ്, അല്ല വോയിസ് ഓവർ കൊടുക്കുമ്പോൾ തുമ്പമ്മ ഉണ്ട് കൂടെ. ഇതാ ഉഷമ്മ നല്ല ഉറക്കമായിട്ടുണ്ട്. ഇതുപോലെ വെട്ടിയിട്ട് കിടന്ന് ഉറങ്ങിയിട്ട് വീട്ടിലെത്തി കഴുത്തുവേന എടുത്തിട്ട് അമ്മ പറയാൻ നീരിറങ്ങി എൻ്റെ കഴുത്തുവേനയായിരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു, അമ്മ ഞാൻ വീഡിയോ ഇടുന്നുണ്ട്, അപ്പോൾ അമ്മ കണ്ടു നോക്കുന്നു. മറ്റോളും ഇതാ കണ്ണട വെച്ചിട്ട് ഉറങ്ങുന്നു കുട്ടി. അങ്ങനെ നമ്മളെല്ലാവരും കൂടെ ഉറങ്ങി ഒരു വിധത്തിലാണ് അവിടെ എത്തുന്നത്. പിന്നെ നമ്മുടെ ഇത്തവണത്തെ വിഷു എന്താണെന്ന് വെച്ചാൽ പ്രത്യേകിച്ച് സെലിബ്രേഷൻസും കാര്യങ്ങളൊന്നുമില്ല. നമ്മത് വൈശാട്ടിനും കട്ടയൊന്നുമില്ലല്ലോ, അതിൻ്റെ ഒരു ശോകം ഉണ്ട് കേട്ടോ. അവരും കൂടെ ഉണ്ടായിരുന്നെങ്കിൽ സെറ്റായേനെ. അവർ രണ്ടാളും ഇല്ലാത്തത് കൊണ്ട് ഞങ്ങൾ മാത്രമുള്ളൊരു വിഷുവാണ്. പിന്നെ കല്യാണി ഇല്ലല്ലോ, കല്യാണി ഇനി ബേബീനെയൊക്കെ കൊണ്ടുവന്ന് അടുത്ത പ്രാവശ്യത്തെ വിഷു നമുക്ക് അടിച്ച് പൊളിക്കണം. പിന്നെ കല്യാണീനെ പറ്റി ആരൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അവൾ ഓക്കെയാണ്. ഡേറ്റ് എടുക്കുന്നതിന് അനുബന്ധിച്ചുള്ള കുറച്ച് ബുദ്ധിമുട്ടുകൾ എന്തായാലും ഉണ്ടാവില്ല. ആ ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ട് കേട്ടോ. ഇവിടെ ചെലങ്ക കിലിങ്ങിക്കൊണ്ടിരിക്കുകയാണ്. തുമ്പമ്മനോട് അല്ലൂട്ടനോട് ഒച്ച ഉണ്ടാക്കലേ പറഞ്ഞിട്ട് അവൾ പരമാവധി അവിടെ കാലിട്ടടിച്ച് ഒച്ചപ്പാടുണ്ടാക്കുന്നുണ്ട്. ഫ്രൂട്ട്സ് വാങ്ങിക്കാൻ വേണ്ടി അച്ഛൻ ഇറങ്ങിയപ്പോൾ എടുത്ത വീഡിയോ ആണ് ഇട്ടത്. അങ്ങനെയാണ് ഞങ്ങൾ അവിടെ എത്തിയെന്ന്. രണ്ടാളും പട്ടാളക്കാരായിട്ടാണ് പോയിട്ടുള്ളത്. ഇത് അല്ലൂട്ടന് കട്ട വാങ്ങിച്ചു കൊടുത്ത ഷർട്ടാണ് കേട്ടോ. ഇത് കല്യാണിൻ്റെ വീട്ടിലേക്ക് പോകണ വഴിയാണ് കേട്ടോ. അപ്പോൾ ഞങ്ങൾ അവിടെ ഇറങ്ങി ഇതാ വീട്ടിലേക്ക് വെച്ച് പിടിക്കുകയാണ്. ഇനി കല്യാണി ഓൾറെഡി അറിഞ്ഞു ഞങ്ങൾ ഇപ്രാവശ്യം സർപ്രൈസ് ആയിട്ട് പോകണം, അല്ലെങ്കിൽ അവർ ഫുഡൊക്കെ ഉണ്ടാക്കും എന്നൊക്കെ പറഞ്ഞിട്ടാണ് ഞങ്ങൾ ആരോടും പറയേണ്ടത്. ഞാൻ അറിയാതെ എൻ്റെ പൊട്ടബുദ്ധിക്ക് വൈശാട്ടിനോട് പറഞ്ഞു കൊടുത്തു. ഐ തിങ്ക് വൈശാട്ടിനാണ് കട്ടേനോട് പറഞ്ഞതെന്ന്. കട്ട കല്യാണി പറഞ്ഞു. അങ്ങനെ എന്തായാലും അവിടെ എല്ലാവരും അറിഞ്ഞിട്ടുണ്ട് ഗൈസ്. അപ്പോൾ എന്തായാലും പോയി ഫുഡ് അടിക്കാം. അങ്ങനെ നമ്മൾ ഈ പോണ വഴിക്ക് ലെഫ്റ്റ് സൈഡിൽ രാജീവ് അച്ഛൻ്റെ, അതായത് കല്യാണിൻ്റെ അച്ഛൻ്റെ കുഞ്ഞു കുഞ്ഞു കൃഷികളൊക്കെ അവിടെ കാണാം. അതൊക്കെ ഏന്തി നോക്കുകയാണ് നമ്മുടെ അശ്വിനി കേട്ടോ. അങ്ങനെ ചെന്ന് കയറുമ്പോൾ തന്നെ അതാ അച്ഛൻ അവിടെ തന്നെ ഇരിക്കണം. ഞങ്ങൾ മാങ്ങ നോക്കി പോകാൻ. അപ്പോഴാണ് മാങ്ങകൾക്കിടയിലൂടെ 2 കണ്ണുകൾ ഞങ്ങൾ കാണുന്നത്. അപ്പോൾ നോക്കുമ്പോൾ അച്ഛൻ ഞങ്ങളെ വെയിറ്റ് ചെയ്ത് അവിടെ നിൽക്കുന്നുണ്ട് കേട്ടോ. ക്യാമറമാൻ അങ്ങനെ ഗൈസ് നമ്മൾ അവിടെ എത്തിയിരിക്കുകയാണ്. ഇതാ നമ്മുടെ കഥാനായിക നടന്ന് വരുന്നത്. എന്നെ ഒന്ന് എടുക്കല്ലേ എന്ന് പറഞ്ഞിട്ടൊരു കോൺഫിഡൻസ് ഇല്ലാതെ ഒരുത്തി അങ്ങോട്ട് പോകണതാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പം നമ്മൾ മാളും എടുത്ത് അവിടെ തന്നെ ഇരിക്കുന്നുണ്ട് ഗൈസ്. തുമ്പമ്മ കുഞ്ഞാവേനെ പൂമ്പാറ്റയെ നാട്ടപ്പോൾ വിളിക്കുന്നത്. തുമ്പിയാണല്ലോ, അപ്പോൾ അത് പൂമ്പാറ്റ. ഞങ്ങൾ തമാശയ്ക്ക് പറഞ്ഞതാണ്. പക്ഷേ ഇവളിപ്പോൾ അങ്ങനെ പറയുന്നത് പൂമ്പാറ്റ എന്ന് പറഞ്ഞിട്ടിരിക്കുന്നത്. പക്ഷേ അല്ലുട്ടൻ ഭയങ്കര പ്രാർത്ഥനയിലാണ് കേട്ടോ. ഇതൊരു ബോയ് ആവണേ, എന്നാലേ എനിക്ക് കളിക്കാൻ ആളുള്ളൂ എന്ന് പറഞ്ഞിട്ട് അല്ലുട്ടൻ അത് ബോയ് ആവണമെന്നാണ്. തുമ്പമ്മയ്ക്ക് അതൊരു പൂമ്പാറ്റ ആവണമെന്നാണ് കേട്ടോ. ഷീബമ്മ നല്ല സുന്ദരിയായിട്ട് ഇരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ചോദിച്ചു ഇതിപ്പോൾ എവിടെ പോയി വന്നതാണ്. അപ്പോഴാണ് പറഞ്ഞത് കൂടലിന് പോയി വന്നതാണ് കേട്ടോ. അങ്ങനെ തുമ്പമ്മ വേഗത ചെറിയമ്മൻ്റെ എളിയിൽ കയറിയിട്ടുണ്ട്. അപ്പോൾ കണ്ടപ്പോൾ തന്നെ കല്യാണി പറയുന്നുണ്ട് കേട്ടോ, ഇവൾ കുറേ വലുതായി, ഇവൾക്ക് കുറച്ചായല്ലോ ഇപ്പോൾ കണ്ടിട്ട്, കുറച്ച് മാസങ്ങളായല്ലോ. അപ്പോൾ അവൾ വലുതായി ചേച്ചി. പിന്നെ അവൾ വർത്താനം കൂടെ കേട്ടപ്പോൾ തൃപ്തിയായിട്ടോ. അവൾ ഭയങ്കര വർത്താനമാണ്. ഇപ്പം എന്നോട് ആരൊക്കെ ചോദിക്കലുണ്ട് തുമ്പമ്മ ഏത് വയസ്സ് തൊട്ടിട്ടാണ് വർത്താനം പറയാൻ തുടങ്ങി. അവൾ നേരത്തെ തന്നെ നന്നായിട്ട് വർത്താനം പറയാറുണ്ട് കേട്ടോ. അത് അല്ലുട്ടനും അങ്ങനെ തന്നെയായിരുന്നു. അല്ലുട്ടനും വേഗം വർത്താനത്തിന് കാര്യത്തിലൊരു കുറവുണ്ടായിരുന്നു. ചിലപ്പോൾ എൻ്റെ കുട്ടികളായതുകൊണ്ടായിരിക്കണം അല്ലേ. അങ്ങനെ ഇതാ കല്യാണീൻ്റെ ഉക്കത്ത് കയറിയതിന് ശേഷം കുട്ടി പിന്നെ താഴെ ഇറങ്ങണില്ല. ഇങ്ങനെ കഥയൊക്കെ പറഞ്ഞിരിക്കുകയാണ്. അതിൻ്റെ ഇടയിൽ വെള്ളം കുടിക്കാൻ കൊടുക്കുന്നുണ്ട്. അപ്പോഴൊക്കെ അവൾ പറയുന്നുണ്ട് എന്നെ എടുത്ത് ഇടല്ലേ എന്ന് പറയുന്നുണ്ട് കേട്ടോ. അതെപ്പോഴും നമ്മളങ്ങനെ ആയിരിക്കില്ല. ചിലപ്പോൾ ചില ആൾക്കാർക്ക് പ്രഗ്നൻസി ടൈമിൽ കുറച്ചൊരു ഗ്ലോ ആയിരിക്കും, കുറച്ച് ഭംഗി കൂടും. ചില ആൾക്കാർ ഡിമ്മാവും. എനിക്ക് 2 സിറ്റുവേഷൻസും ഉണ്ടായിട്ടുണ്ട് കേട്ടോ. 2 പേരും പ്രഗ്നൻ്റ് ആയപ്പോൾ പിന്നെ ഇതാ ഐസ്ക്രീം കൊണ്ടുവന്നിട്ട് ഞാൻ അവൾക്ക് കൊടുക്കുന്നു, ഞാൻ കഴിക്കുന്നു. അങ്ങനെയാണ് ഞാൻ എപ്പോഴും എങ്ങനെ തരാം. അതാണ് എന്നെ ഇങ്ങനെ എനിക്ക് തടി ഇങ്ങോട്ട് കുറയാത്ത അതുകൊണ്ടായിരിക്കും. എന്തടി ബാക്ക്ഗ്രൗണ്ട് വെച്ചുണ്ടാക്കല്ലേ.
ചോക്ലേറ്റിന് ഐസ്ക്രീം കഴിച്ചിട്ട് കുറേ ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇവിടുന്ന് കഴിച്ചപ്പോൾ ഒരു നല്ല ടേസ്റ്റ് അങ്ങനെ ഞാൻ കഴിക്കായിരുന്നു. അപ്പോൾ അതിൻ്റെ ഇടയിൽ കൂടെ അച്ഛമ്മ അതാ കല്യാണീൻ്റെ അച്ഛമ്മയാണ് കേട്ടോ. അപ്പോൾ പറയേണ്ടി ഇവൾ എവിടെയാണ് ക്യാമറ വെക്കാമെന്ന് പറയാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞു പോവാണ്. ആ ഓടിപ്പോണത് ഇവിടെ അടുത്തുള്ളൊരു ചേച്ചിയാണ് കേട്ടോ. അപ്പോൾ ആ ചേച്ചി നമ്മളെ വീഡിയോ സ്ഥിരമായിട്ട് കാണാറുണ്ടെന്നൊക്കെ പറഞ്ഞു. പക്ഷേ വീഡിയോ എടുക്കണമേ ചേച്ചി ഓടി രക്ഷപ്പെട്ട് കഴിച്ച്. പിന്നെ അല്ലൂട്ടിന് തുമ്പി ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ പിന്നെ ഇതാണ് പരിപാടി കേട്ടോ. അവർക്ക് ഇവിടെ എത്തിയാൽ ഭയങ്കര ഒരു എന്താ പറയുക, ഒരു ആയാസം കിട്ടിയ എന്തോ ഒരു സ്വാതന്ത്ര്യം കിട്ടിയൊരു കളിയാണ് കേട്ടോ. പിന്നെ മുറ്റത്തോട് ഓടി തലങ്ങും വിലങ്ങും ഓടി കളിക്കുന്നു. തുമ്മമ്മ ഡ്രസ്സൊക്കെ ഊരിയിട്ട് കളഞ്ഞിട്ടോ. പിന്നെ ഇതാ അവിടെ ഇരുന്ന് എന്തൊക്കെയോ കഥ പറയുന്നുണ്ട്. അതിനിടെ കട്ടേനെ വീഡിയോ കോൾ ഉണ്ടായിരുന്നു. അപ്പോൾ അവനോട് കഥ പറയുന്നുണ്ട്. അവന് ലീവ് കിട്ടണം എന്നുള്ള പ്രാർത്ഥന ഞങ്ങൾ, കാരണം ലീവ് കിട്ടും എന്നൊക്കെ പറയുന്നത് ഇപ്പോൾ ഭയങ്കര ഡൗട്ടിലാണ്, കിട്ടുമോ ഇല്ലയോ എന്നുള്ള ഡൗട്ടിലാണ്. അപ്പോൾ എല്ലാവരും പ്രാർത്ഥിക്കട്ടെ അവന് ലീവ് കിട്ടാൻ വേണ്ടിയിട്ട്. കാരണം എനിക്കറിയാം അതിൻ്റെ വേദന എന്താണെന്നുള്ളത്. കാരണം എൻ്റെ 2 മക്കളെ ഡെലിവറീൻ്റെ സമയത്തും വൈശാട്ടൻ നാട്ടിലുണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ അതെനിക്ക് ഇപ്പോഴും സങ്കടമായിരുന്നു. പിന്നെ ഇതാ കല്യാണി അച്ഛമ്മയും ഷീബമ്മയും എല്ലാവരും കൂടെ ഇതാ ഫുഡൊക്കെ കൊണ്ട് വെക്കുന്നുണ്ട്. അപ്പം കട്ട നേരത്തെ വിളിച്ച് പറഞ്ഞുകൊണ്ട് ഫുഡൊക്കെ ഓൾറെഡി റെഡി ആയിരുന്നു കേട്ടോ. അപ്പോൾ എപ്പോഴും അച്ഛനും അമ്മയും പറയും ഇങ്ങോട്ടേക്ക് വരുന്ന സമയത്ത് പിന്നെ നമ്മൾ വരുന്നുണ്ടെന്ന് പറയരുത്. അപ്പോൾ അവരെന്തൊക്കെയോ ഉണ്ടാക്കി വെക്കുമ്പോൾ സർപ്രൈസ് ആയിട്ട് പോകാം. പക്ഷേ സർപ്രൈസ് എങ്ങനെയെങ്കിലുമൊക്കെ പൊളിയും കേട്ടോ. അശ്വിനി അവിടെ നിന്നിട്ട് അവർ കളിക്കുന്നതും ഒക്കെ നോക്കി നിൽക്കുന്നുണ്ട്. അച്ഛനൊക്കെ അവിടെ എന്തൊക്കെയോ കഥ പറയുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഇടയിൽ കൂടെ ഞങ്ങൾ അവിടുന്ന് കുറച്ചൊക്കെ വർത്താനൊക്കെ പറയുമ്പോഴത്തേക്ക് ഇത് അവിടെ ഫുഡൊക്കെ എല്ലാം സെറ്റാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത് അവരൊക്കെ ഫുഡ് കഴിക്കാൻ വേണ്ടി വിളിക്കാൻ പോയതാണ്. പിന്നെ ഞങ്ങൾ അവിടെ ആയിപ്പോയി കേസ്. അവിടെ കുത്തിയത് കുറച്ച് നേരമൊക്കെ വർത്താനൊക്കെ പറഞ്ഞ് അങ്ങനെ ചായ തണുക്കോ എന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ എല്ലാവരും കൂടെ ഫുഡ് കഴിക്കാൻ വന്നിരുന്നത്. നമ്മൾ എന്തൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിലും അമ്മയ്ക്കുള്ള വെജ്, അമ്മ ഫുൾ വെജിറ്റേറിയൻ ആണ് ഗായ്സ്, ഒന്നും നോൺ വെജ് തൊടൂല കേട്ടോ. അപ്പോൾ അമ്മയ്ക്കുള്ള വെജ്, പിന്നെ ഞങ്ങളെല്ലാവരും നോൺ വെജാണ്. ഓക്കെ, എന്തൊക്കെയോ ഉണ്ടായിരുന്നു കേട്ടോ. ബ്രെഡും നല്ല ചിക്കൻ കറിയും കപ്പയും പൊറോട്ടയും ഒക്കെ ഉണ്ടായിരുന്നു, ചിക്കൻ പൊരിച്ചതും ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ കല്യാണി അവിടെ കുത്തിരുന്നിട്ട് തുമ്പമ്മയ്ക്ക് വായിലിട്ട് കൊടുക്കുന്നില്ല. ആ സമയം തുമ്പമ്മ എന്തൊക്കെയോ കഥ പറയുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ കല്യാണി ഇവളിങ്ങനെയൊക്കെ പറയാൻ തുടങ്ങി എപ്പോഴാന്നൊക്കെ പറഞ്ഞ് വണ്ടർ അടിക്കുന്നുണ്ടായിരുന്നു കേട്ടോ അവിടെ ഇരുന്നിട്ട്. കോള കാര്യം കോളന്നെ പറയൂ. നല്ല അടിപൊളി മാങ്ങ, നാടൻ മാങ്ങ കൊണ്ടുവച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അച്ഛമ്മ. പിന്നെ അതിലൊരു പിടി പിടിച്ച്. പിന്നെ ഉള്ള കോമഡി എന്താ വെച്ചാൽ അത് എല്ലാ വീട്ടിലും ഉണ്ടാവില്ല. നമ്മളെവിടെയും പോയിട്ടുണ്ടെങ്കിൽ ഞാൻ കഴിച്ച പാത്രം ഞാൻ കഴുകുക, അല്ല ഞങ്ങൾ കഴുകുക, നിങ്ങൾ കഴുകല്ലേ പാത്രത്തിന് പിടിയും വലിയും കൂടുമ്പോൾ അതിൻ്റെ താഴെ ഇരുന്ന് അച്ഛൻ്റെ മുഖമായിരുന്നു നിങ്ങൾ ശ്രദ്ധിക്കേണ്ടിയിരുന്നത്. കാരണം അച്ഛൻ പേടി എൻ്റെ തലയിൽ പ്ലേറ്റ് വീഴുമെന്നുള്ളതിനു കേട്ടോ. അതിൻ്റെ ചിരിയാണ് അച്ഛൻ്റെ മുഖത്ത് കാണുന്നത്. അങ്ങനെ ഇതാ നമ്മളെല്ലാവരും കൂടി ഒരു 1.5 പിടി പിടിച്ച് ഇങ്ങനെ ഇരിക്കുകയാണ്. അപ്പോൾ അത് അശ്വനി എണീറ്റ്, അശ്വനിയും പ്ലേറ്റിന് പിടി വലിയും കൂടുമ്പോൾ എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റില്ല. അതിനിടയ്ക്ക് അത് അച്ഛൻ അതാ വിളക്കോ കത്തിക്കുന്നുണ്ട് കേട്ടോ. ഒരു സ്ഥലത്ത് വന്നാൽ ഞങ്ങൾ എടുക്കുന്ന സാധനം പിന്നെ ഞങ്ങൾ വീട്ടിലേക്ക് കൊണ്ടുപോകില്ല. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് അശ്വിനി പോയിരിക്കുന്നത്. അശ്വിനി ആ കർമ്മത്തിലാണ് ഗൈസ്. അത് അവൾ വരാൻ വേണ്ടി വെയിറ്റ് ചെയ്യണം. അവൾ ബാത്റൂം പോയതാണ് ഗൈസ്. ഞാൻ പുറത്ത് വെയിറ്റ് ചെയ്യുന്നതുകൊണ്ട് അവൾ വരാണ്ട് കുറേ നേരമൊക്കെ അവിടെ നിന്ന് നോക്കി. പിന്നെ നമുക്ക് മനസ്സിലായി ഞാൻ എടുക്കാണ്ട് പോകില്ല എന്ന് മനസ്സിലായപ്പോൾ പിന്നെ രണ്ടും കൽപ്പിച്ച് വരുന്ന വരുത്താണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. കണ്ടോ, കുട്ടി നല്ലോണം കഷ്ടപ്പെട്ടെന്ന് തോന്നുന്നു. ഇനി നിങ്ങൾ കാണുന്നത് അശ്വിനീൻ്റെ പ്രഹസനങ്ങളാണ് കേട്ടോ. കാരണം ഞാൻ അവിടെ വീഡിയോ എടുക്കുന്നുണ്ട്, എന്തായാലും എടുത്ത് കഴിഞ്ഞു. ഇനി വീണടം വിഷ്ണു ലോകം എന്ന് പറഞ്ഞിട്ട് കുട്ടി എന്തൊക്കെയോ കാണിച്ചുകൊണ്ട് പോകുന്നുണ്ട് കേട്ടോ. അച്ഛനും അമ്മയും അവളെ കളിയാക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞാൻ കൈ കഴുകിയില്ല വെച്ചപ്പോൾ എൻ്റെ മേൽ വന്ന് തുടക്കുന്നതാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ സന്ധ്യാസമയമൊക്കെ ആയപ്പോൾ തുടങ്ങിയിട്ട് അവിടെ ഞങ്ങൾ കുറച്ച് നേരമൊക്കെ ഇരുന്ന് വർത്താനൊക്കെ പറഞ്ഞു കേട്ടോ. പിന്നെ ഞാൻ ഇവിടെ പിന്നാലെ തന്നെ ഇവിടെ പറഞ്ഞു എന്നെ ഒന്ന് വിടുമോ കുട്ടി, എന്നെ വിട്, ഇത്തവണത്തേക്ക് എന്നെ വിട് എന്നൊക്കെ പറയുന്നുണ്ട്. അല്ലുട്ടനും തുമ്പിയും വീണ്ടും മുറ്റത്തേക്ക് ഇറങ്ങിട്ടോ. പിന്നെ ഓടി കളിക്കുന്നു, വിളക്ക് എത്തിച്ചിട്ടുണ്ട്. അവിടെ മുറ്റത്തൊക്കെ തിരിയിടും കേട്ടോ. ഇവിടെയും ആ മൂലയ്ക്കൊക്കെ കൊണ്ടുപോയി തിരിയിടും. അപ്പോൾ അതിൻ്റെയൊക്കെ പിന്നാലെയാണ് കുട്ടികൾ രണ്ടും കേട്ടോ. തുമ്പമ്മേൻ്റെ കിലുകില സൗണ്ട് നിങ്ങൾക്ക് ഡിസ്റ്റർബൻസ് ആവുന്നുണ്ടോ ഗൈസ്? കാരണം ഇവൾ പിന്നിൽ നിന്നിട്ട് ഇവൾക്ക് സൗണ്ട് ഉണ്ടാക്കാൻ പറ്റുന്നില്ല. അപ്പം മാക്സിമം അവൾ കാലിട്ടടിക്കുന്നുണ്ട് കേട്ടോ. അശ്വിനി എന്തൊക്കെയോ കാണിക്കുന്നുണ്ട് കേട്ടോ. പിന്നെ തുമ്പമ്മ അതിൽ നടക്കുന്നുണ്ട്. അവിടെ മാങ്ങ ഇങ്ങനെ തലയെ തട്ടുന്ന രീതിയിൽ താന്ന് നടക്കണ്ടല്ലോ. അപ്പോൾ അവിടെയൊക്കെ പോകുന്നുണ്ട്. മതിൽ കയറി നോക്കുന്നുണ്ട്. എന്തൊക്കെയോ കാണിക്കുന്നുണ്ട് കേട്ടോ. കുട്ടിക്ക് എന്തൊക്കെയോ ആണ്. വെക്കേഷൻ തുടങ്ങിയതിൻ്റെ പ്രാന്താണോ എന്താണെന്നൊന്നും അറിയില്ല. ഞങ്ങൾ പറയുന്നുണ്ട് 10 ദിവസമേ ഉള്ളൂ, അതിൻ്റെ ഇടയിൽ കയ്യും കാലും ഒടിച്ച് കിടക്കണ്ട, താഴേക്ക് ഇറങ്ങിക്കോ എന്നൊക്കെ പറയുന്നുണ്ട്. നമ്മൾ മതിൽ ചാടാനുള്ള ഒരു എന്താ പറയുക പരിപാടിയിലാണോ എന്ന് പറഞ്ഞുകൂടാ. പിന്നെ അതിൻ്റെ ഇടയിൽ കൂടെ അതാ തുമ്പമ്മേൻ്റെ ഒരു അപ്പീടലൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ അവളെ കഴുകിച്ച് ഇന്ന് മേലൊക്കെ കഴുകിച്ച് പിന്നെയും ഡ്രസ്സൊക്കെ ഇടിച്ച് കൊടുക്കുക കേട്ടോ. ഇനി തിരിച്ച് പോകണമല്ലോ, നമുക്ക് ലേറ്റ് ആവരുത്. ഞാൻ ആക്ച്വലി ഇന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു ഇന്ന് പോയിട്ട് ഇന്ന് വീട്ടിൽ ചെറുപ്പയിൽ എൻ്റെ വീട്ടിൽ പോകണം എന്നൊക്കെ വിചാരിച്ചിരുന്നു. പിന്നെ ഞാൻ ആ പ്ലാനൊക്കെ അങ്ങോട്ട് മാറ്റി കേട്ടോ. ഇടയ്ക്കിടയ്ക്ക് മാളെടുത്തേക്ക് ഈ വീഡിയോ എടുക്കേണ്ട ആളെ ഈ വീഡിയോ എടുക്കണ്ടോ എന്നൊക്കെ ചോദിക്കും കേട്ടോ. അപ്പോൾ ഞാൻ പറയാം എടുക്കില്ല എന്നൊക്കെ. പക്ഷേ മാളെടുത്തേക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ വീഡിയോ ഒക്കെ എടുക്കാൻ വേണ്ടിയിട്ട്. അമ്മ കുട്ടീനെ അതിസാഹസികമായി ഡ്രസ്സൊക്കെ ഇടിച്ചിട്ടുണ്ടെങ്കിലും ഡ്രസ്സ് തല തിരിഞ്ഞിട്ടായിരുന്നു ഗൈസ്. അതുകൊണ്ട് അതൊക്കെ കഴിച്ച് രണ്ടാമത് ഞാനും പണിപ്പുരയിലേക്ക് കയറിയതാണ് കേട്ടോ. അപ്പോൾ തുമ്പി നോക്കുന്നുണ്ട് അല്ലൂസ് ചേട്ടൻ എന്താ ചെയ്യണമെന്ന്. കാരണം ഭയങ്കര ഇമിറ്റേഷനാണ്. അല്ലൂസ് എന്ത് ചെയ്യണോ അത് അതുപോലെ തന്നെ ഇമിറ്റേറ്റ് ചെയ്യും തുമ്പി. അത് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ഇത് പിന്നെ ഞങ്ങൾ അവിടെ എന്തൊക്കെയോ ആവാഹിച്ചില്ലായിരുന്നു എന്നുള്ള അതിൻ്റെ കഥ പറഞ്ഞു കൊടുക്കുന്നതാണ് നിങ്ങൾ കണ്ടുപിടിക്കുന്ന അശ്വിനി. അപ്പോൾ ഞങ്ങൾ അവിടെ നിന്ന് ഓളെ കളിയാക്കൊണ്ടിരിക്കുള്ളൂ. വീഡിയോ എടുക്കണ ആദ്യം കണ്ടില്ല കേട്ടോ, പിന്നെയാണ് മനസ്സിലായത്. പക്ഷേ ഇതിന് നോൺ വോയിസ് ഇടാൻ പറ്റൂല ഗൈസ്, അതുകൊണ്ട് ഇടുന്നില്ല.
പിന്നെ കല്യാണീനെ ഏത് ഡോക്ടറെ അടുത്താണ് കാണിക്കണമെന്ന് ആരൊക്കെയോ ചോദിച്ചിട്ടുണ്ടായിരുന്നു. മെഡിക്കൽ കോളേജിലാണ് കേട്ടോ. കാരണം കല്യാണീൻ്റെ അച്ഛൻ അവിടെയാണല്ലോ വർക്ക് ചെയ്യണത്. സോ അതാണ് എളുപ്പം എന്നുള്ള രീതിക്ക് നമ്മൾ മെഡിക്കൽ കോളേജിലേക്കാണ് അപ്പോൾ അവളെ കാണിച്ചിട്ടുണ്ടായിരുന്നത്. ഇപ്പം കറൻ്റ്ലി അവൾക്ക് ബുദ്ധിമുട്ടുകൾ എന്ന് പറഞ്ഞാൽ നാളെ കാലിൽ നീരൊക്കെ വന്നിട്ടുണ്ട്. പക്ഷെ ഇപ്പം അതൊന്നുമില്ല കേട്ടോ. അപ്പോൾ കാലിന് നീരൊക്കെ കുറഞ്ഞിട്ടുണ്ട്. അവൾ വെയിറ്റും അധികം വെച്ചെന്ന് എനിക്ക് തോന്നുന്നില്ല. ഞാനൊക്കെ പ്രഗ്നൻസി ടൈമിൽ നല്ല വെയിറ്റ് വെച്ചിട്ട് എനിക്ക് ഇവളെക്കാളും നല്ല വയറും ഉണ്ടായിരുന്നേ. പക്ഷേ അങ്ങനത്തെ ബുദ്ധിമുട്ടുകളൊന്നുമില്ല. പക്ഷേ അവൾക്ക് വോമിറ്റിംഗ് ഉണ്ട്. ഇടയ്ക്കിടയ്ക്ക് വോമിറ്റിങ്ങും പിന്നെ ചെറിയ ചെറിയ പെയിൻസും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പം അച്ഛനെന്താ ചെയ്യുന്നത്? അതെനിക്ക് അറിഞ്ഞൂടാ കേട്ടോ. അവിടെ എന്തൊക്കെയോ കഥ പറച്ചിലായിരുന്നു. എന്തൊക്കെയോ അതിനെപ്പറ്റിയൊക്കെ പറച്ചിലായിരുന്നു. അങ്ങനെ ഞങ്ങൾ ഇപ്പോൾ കല്യാണി കുഴപ്പമൊന്നുമില്ല. ഡേറ്റ് വന്നിട്ട് ഇപ്പോൾ ലാസ്റ്റത്തെ സ്കാനിങ്ങിൽ പറഞ്ഞാൽ May 2 പക്ഷെ അതുവരെ ഒന്നും പോകില്ല. April 23 എങ്ങാനും കാണിക്കണം അത്രേ. അപ്പോൾ അങ്ങനെയൊക്കെ അതിൻ്റെ ഇടയ്ക്ക് BP ഷുഗറൊക്കെ ഒന്ന് ടെസ്റ്റ് ചെയ്ത് പോകാനൊക്കെ ഉണ്ടല്ലോ. അങ്ങനെ നിങ്ങളാണോ കമ്മലൊക്കെ ശരിയാക്കാൻ നോക്കിയാട്ടെ? നല്ല രസമുണ്ടല്ലോ. ഒന്ന് ചിരിക്കി കഴുത്തോ കറണ്ട് എന്താ ചിരിക്കി അത് നോക്കി സ്റ്റൈലാക്ക രസണ്ട്. തുമ്പമ്മ എന്താ മുത്തശ്ശിക്ക് കാണിച്ചു കൊടുക്കണേ? എന്താ? ലവ് കാണിച്ചു കൊടുക്കുകയാണെന്നാ പറയുന്നത്. ലവ് കാണിച്ചു കൊടുക്കുക. നിനക്ക് ലവ് ഒക്കെ ഉണ്ടാക്കാൻ ആരാ പഠിപ്പിച്ചെന്നേ? ഞാനെപ്പ പഠിപ്പിച്ചെന്നടി? അച്ഛനല്ലേ? ടേട്ടൻ അങ്ങനത്തെ ഒക്കെ പഠിപ്പിക്കും. ടേട്ടൻ അതിലൊക്കെ ഇൻട്രസ്റ്റ് ആണല്ലോ. അങ്ങനെ ഇതാ തുമ്പമ്മ നമ്മളെ മാളുകടുത്തേക്ക് ലവ് കാണിച്ചു കൊടുക്കുകയാണ് അല്ലേ തുമ്പ? നിങ്ങൾക്ക് ലവ് ഉണ്ടാക്കാൻ അറിയോന്ന്? തുമ്പിക്ക് തുമ്പിന്റെ അച്ഛനല്ലേ എന്നാളിത് പഠിപ്പിച്ചെന്നേ? ടേട്ടനാണ് ലവ് പഠിപ്പിച്ചെന്നേന്ന്. സിനിമയെ കണ്ടപ്പോ ഓൾക്ക് പഠിപ്പിച്ചെടുത്തതാ. അങ്ങനെ കുറച്ചേരം ഇതാ മാളുകടുത്തിനോടൊക്കെ കഥയും പറഞ്ഞ് ഞങ്ങൾ പിന്നെ തിരിച്ചു പോരാനുള്ള പരിപാടിയിലാണ് കേട്ടോ. അപ്പം എല്ലാവരോടും രാത്രി യാത്ര ഇല്ലല്ലോ, എന്നാലും ഞങ്ങൾ യാത്ര പറയണല്ലോ. അങ്ങനെ പറഞ്ഞ് ഞങ്ങൾ തിരിച്ചു പോരുകയാണ്. അശ്വിനി കാര്യമായിട്ട് മാളുകടുത്തിനോട് എന്തൊക്കെയോ പറയുന്നുണ്ട് കേട്ടോ. ഇനിയും തിരിച്ച് അത്രയും ദൂരം യാത്ര ചെയ്യണമല്ലോ എന്ന് ആലോചിക്കുമ്പോൾ പക്ഷേ ഞങ്ങൾക്ക് എന്താ ഓടിക്കുന്ന ഭക്തേട്ടനാണ് ബുദ്ധിമുട്ട്. ഞങ്ങൾ കിടന്ന് ഉറങ്ങും. ഭക്തേട്ടനോട് പറഞ്ഞു ഞങ്ങൾ ഉറങ്ങുന്നത് കണ്ട് ഇൻസ്പയർ ആയിട്ട് ഉറങ്ങാൻ നിൽക്കല്ലേ എന്നൊക്കെ പറഞ്ഞിട്ടാണ് പോണത് കേട്ടോ. ഞാൻ അവിടെ ഇരുന്ന് കത്തിരിച്ച് പിന്നെ എൻ്റെ ഡെലിവറീൻ്റെ കഥയൊക്കെ പറഞ്ഞ് ഞങ്ങൾ കുറേ ചിരിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഞങ്ങളെ തന്നെ തരണം. എൻ്റെ ഫോൺ പോവാ. എനിക്ക് നിങ്ങളെ മനസ്സിലാണെങ്കിൽ ഞാൻ ഈ ലൈറ്റ് വെച്ചേ പറ്റൂ. അച്ഛാ ഗ്ലാസ് കത്തിക്കോ. ശരി ബൈ. അമ്മേ ഒരു നേരം ഒഴിവില്ലോ. അങ്ങനെ ഞങ്ങളിതാ യാത്രയൊക്കെ പറഞ്ഞ് തിരിച്ചു പോരുകയാണ്. കുറച്ച് കഴിഞ്ഞ പാട്ട് ഞങ്ങൾ അടിപൊളി പാട്ടുകളൊക്കെ വെച്ച് ഇങ്ങനെ എൻജോയ് ചെയ്ത് പോരുമ്പോൾ അല്ലൂട്ടന് എടാ സീമോനെ വെക്കുന്നു. അപ്പം ഞങ്ങളിങ്ങനെ പറയാം നിനക്ക് ഈ 90s കിഡിൻ്റെ ഒന്നും വൈബ് അറിയില്ല, നിങ്ങൾ ഈ പാട്ടുകളൊന്നും അല്ലാതെ നീ അടിപൊളി പാട്ടുകൾ കേട്ടില്ലാന്ന് ഞങ്ങളിങ്ങനെ പഴയ അടിപൊളി പാട്ടുകളുണ്ടല്ലോ അതൊക്കെ വെച്ചെടുക്കുക. പല്ലൂസ് ഇതൊക്കെ എന്ത് എന്നൊക്കെ ഓന് ഞങ്ങളെ പുച്ഛം. പക്ഷേ ഞങ്ങളത് വെച്ച് നല്ല രസമായിരുന്നു കേട്ടോ. തിരിച്ചു വരുമ്പോൾ ഞങ്ങൾ എന്തൊക്കെയോ പ്രായം കളിക്കുന്നുണ്ട്, എന്തൊക്കെയോ കളിക്കുന്നുണ്ട്. തുമ്പമ്മ പിന്നെ എല്ലാത്തിലും കൂടും. അല്ലൂട്ടന് പക്ഷേ ഈറ്റ പാട്ടുകളൊന്നും വലിങ്ങനെ ഇഷ്ടമല്ലോ. അവൻ വേറെയൊക്കെ പാട്ടുകളൊക്കെ ഇങ്ങനെ പറയട്ടോ, അത് വെക്ക് ഇത് വെക്ക് ബനാനെ വെക്ക് ഒക്കെ പറയുന്നുണ്ടായിരുന്നു കേട്ടോ. എന്തായാലും തിരിച്ചു വരുമ്പോഴുള്ള വരവ് എന്ന് പറഞ്ഞാൽ നല്ലൊരു രസമായിരുന്നു കേട്ടോ. കുറേ എന്തൊക്കെയോ പാട്ടൊക്കെ വെച്ച് അടിപൊളിയായി കളിച്ച് കുറേ ആദ്യമൊക്കെ നല്ല അടിപൊളി പാട്ടുകളായിരുന്നെങ്കിലും അവസാനത്തെ ഞങ്ങൾ മെലഡിയിൽ എത്തിയിട്ടുണ്ടായിരുന്നു. കാരണം ഞങ്ങൾ കുറച്ചായിട്ട് സൈഡാവാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ പിന്നെ കുറച്ചേരൊക്കെ ഉറങ്ങി. അമ്മ നല്ല ഉറക്കമായിരുന്നു കേട്ടോ. അങ്ങനെ കൊടുവള്ളി എത്താൻ നേരത്തെ അച്ഛൻ പറഞ്ഞു ഉഷേ എണീറ്റോളൂ, നമുക്ക് കുറച്ച് സാധനങ്ങൾ വാങ്ങിക്കണ്ടേ വിഷുവിനേക്ക് എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ കൊടുവള്ളിയൊക്കെ എത്താനാവുമ്പോഴാണ് അമ്മേൻ്റെ ഉറക്കമൊക്കെ കഴിയുന്നത് കേട്ടോ. അങ്ങനെ ഞങ്ങൾ കൊടുവള്ളി എത്തി. അമ്മയും അച്ഛനും സാധനങ്ങളൊക്കെ വാങ്ങിക്കാൻ വേണ്ടി കയറി. അപ്പോൾ ഞങ്ങൾക്ക് ദാഹിച്ചിട്ട് പോയിരുന്നപ്പോൾ ഒരു ലൈം കുടിക്കാന്ന് പറഞ്ഞിട്ട് കയറിയതാണ്. ഒരു ലൈം വാങ്ങി ഞങ്ങൾ എല്ലാവരും പാടെ കുടിച്ചു കേട്ടോ. പക്ഷേ വിശന്നിട്ടല്ല, പക്ഷേ ഇത്തിരി വെള്ളം കുടിക്കാൻ എന്തോ തൊണ്ടയൊക്കെ വരേണ്ട അവസ്ഥയായിരുന്നു. അങ്ങനെ ഇതാ ഞാനും അശ്വിനി കയ്യിൽ തേരാപ്പാര നടക്കുന്നു. അച്ഛനും അമ്മയും അവിടെ എന്തൊക്കെയോ സാധനങ്ങളൊക്കെ വാങ്ങിക്കുന്നുണ്ടായിരുന്നേ. അല്ലും തുമ്പീനുള്ളിൽ കയറിയപ്പോൾ തൊട്ട് അവർക്ക് എന്തൊക്കെയോ വേണ്ടാത്തതൊന്നുമില്ല കേട്ടോ. സോപ്പും പൊടി സോപ്പ് തൊട്ടിട്ട് എല്ലാ സാധനങ്ങളും അവർ ചൂണ്ടിക്കാണിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ടെൻഡർ കോക്കനട്ടിൻ്റെ പായസം മിക്സ് ഉണ്ടോ നോക്കിയപ്പം അവിടുന്ന് ചേട്ടൻ പറഞ്ഞത് അത്ര ടേസ്റ്റ് ഇല്ല എന്ന് പറഞ്ഞു കേട്ടോ. അപ്പോൾ നിങ്ങൾ ആരെങ്കിലും ഉണ്ടാക്കിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് എനിക്ക് കമൻറ്റ് ചെയ്യണം കേട്ടോ, ടേസ്റ്റ് ഉണ്ടായിരുന്നോ എന്ന്. ഞാൻ വാങ്ങിക്കാൻ പോയോർത്തുനിന്ന് പിന്നെ വേണ്ടാന്ന് വെച്ച് തിരിച്ചു പോകുന്നതാണ്. അത് കഴിഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു കണി വെക്കാനുള്ള ഫ്രൂട്ട്സ് ഒന്നും വാങ്ങിച്ചില്ലല്ലോ. അപ്പോൾ ഞങ്ങൾ വാങ്ങിച്ചിട്ട് വരാമെന്ന് ഞാനും അശ്വിനിയും കൂടെ പോണ പോക്കാണ് നിങ്ങൾ കാണുന്നത്. നേരെ ഓപ്പോസിറ്റ് തന്നെ ഫ്രൂട്ട്സിൻ്റെയും വെജിറ്റബിൾസിൻ്റെ ഒക്കെ കടയുണ്ട് കേട്ടോ. കടക്കാരൻ്റെ അടുത്ത് എത്തിയപ്പോൾ അശ്വിനിയുടെ ഒരു ഡയലോഗ്, ഇത്തവണത്തെ കണിയിൽ നമുക്ക് ക്യാപ്സിക്കം കൂടെ വെച്ചാലൊരു വെറൈറ്റിക്ക്. ഞാൻ പറഞ്ഞു കൃഷ്ണനെ വെറുതെ ഞെട്ടിക്കണോ, ഇത്തവണ നമ്മൾ റിച്ച് കണിയല്ല വെക്കുന്ന, ഒരു മീഡിയത്തിൽ പിടിച്ചാൽ മതിയെന്ന്. കണി വെള്ളരിയൊക്കെ വാങ്ങി. എന്തൊരു റേറ്റ് ആണല്ലേ സാധനങ്ങൾക്കൊക്കെ നന്നായി വില കയറിയിരിക്കുന്നു.
പിന്നെ തൊട്ടപ്പുറത്ത് പോയിട്ട് ഫ്രൂട്ട്സിൽ എല്ലാ ഫ്രൂട്ട്സിലെയും 1-2 എണ്ണങ്ങൾ ഇങ്ങനെ എടുത്ത് വെച്ചു. ഞാൻ ആ ചെക്കനോട് പറഞ്ഞു ഒരു കൊല്ലം മുന്തിരി എടുത്ത് വെച്ചു. അവൻ ഉള്ളതിൽ ഏറ്റവും വലിയ കൊല എടുക്കാൻ പ്രത്യേകം ശ്രദ്ധിച്ചതായി ഞാൻ എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. അങ്ങനെ ഞങ്ങൾ എല്ലാ സാധനങ്ങളും വാങ്ങിക്കാണ് കേട്ടോ. അപ്പോൾ പിശുക്കത്തരം കുറച്ചൊക്കെ നിങ്ങൾക്ക് കാണിച്ചു തരല്ലോ. എല്ലാത്തിനും ഓരോന്നൊക്കെ ഇച്ചിരിയൊക്കെ എടുത്ത് ഞങ്ങൾ എല്ലാം പാക്ക് ചെയ്തെല്ലാം സെറ്റാക്കി ഇങ്ങനെ കണിക്കുള്ള സാധനങ്ങളൊക്കെ അവിടെ നിന്ന് വാങ്ങിച്ചു കേട്ടോ. അപ്പോൾ എൻ്റെ അശ്വിനി പറഞ്ഞു നമുക്ക് ഡ്രാഗൺ ഫ്രൂട്ട് കൂടെ വെച്ചാലോ. ഞാൻ പറഞ്ഞു അത്രയും റിച്ച് വേണ്ടല്ലോ, പാവല്ലേ കൃഷ്ണൻ, നമ്മളും പാവം കൃഷ്ണനും പാവം, അപ്പോൾ നമ്മൾ ഇത്രയൊക്കെ മതി എന്ന് പറഞ്ഞാൽ അങ്ങനെ കുറച്ച് സാധനങ്ങളൊക്കെ വെച്ചിട്ടോ. ഞാൻ വെറുതെ കക്കിരി എടുത്തു. ഇനി കക്കിരി അതിൽ വെച്ചിട്ടില്ല കേട്ടോ. ചിലവർ എന്തൊക്കെയോ വെക്കൂലേ, ചക്ക മാങ്ങ അങ്ങനെയൊക്കെ വെക്കില്ലേ. മാങ്ങയൊക്കെ വീട്ടിലുള്ളതുകൊണ്ട് പിന്നെ മാങ്ങയൊന്നും ഞങ്ങൾ വാങ്ങിച്ചിട്ടില്ല. ചക്ക വീട്ടിലുണ്ടാവുമോ അറിഞ്ഞൂടാ. ഉള്ളതൊക്കെ വെച്ച് ഉള്ളതിൽ എന്താ പറയുക, ഉള്ളത് കൊണ്ടൊരു കണി, അതാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അങ്ങനെ നമ്മൾ തിരിച്ചു പോരുകയാണ് ഗായ്സ്. അപ്പോൾ ഇതൊക്കെയായിരുന്നു കല്യാണിയുടെ വീട്ടിലെ വിശേഷങ്ങൾ. അപ്പോൾ അടുത്ത വ്ളോഗിന് വേണ്ടി നിങ്ങൾ വെയിറ്റ് ചെയ്യൂ ഗായ്സ്. നമ്മുടെ ബേബി വരുന്നതും പിന്നെ ഒരു കല്യാണമൊക്കെ ഉണ്ട് ഇടയ്ക്ക്, നമുക്ക് അടിച്ചുപൊളി വ്ളോഗ്സൊക്കെ ഇനി വരുന്നുണ്ട്. അപ്പം എല്ലാവരും സ്റ്റേ ട്യൂൺഡ്. ഇറ്റ്സ് മീ വൈഷൂസ് ഗേൾ. താങ്ക് യു സോ മച്ച്. ബൈ തുമ്പി, ബൈ പറ. ബൈ.